ലേറ്റർ സ്റ്റോറിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 3 പെർഫ്യൂംസ്. ഒരെണ്ണം വാണ്ടഡ്, ഒരെണ്ണം റാപ്ചർ, ഒരെണ്ണം റോയൽ. സോ വാണ്ടഡ് എന്നുള്ളത് അസാരോ വാണ്ടഡ് ബൈ നൈറ്റിന്റെ ഇൻസ്പയർഡ് വേർഷൻ ആണ്. പിന്നെ റാപ്ചർ എന്നുള്ളത് സ്ഫിങ്സ് എലിക്സിയറിന്റെ ഇൻസ്പയർഡ് വേർഷൻ ആണ്. റോയൽ എന്നുള്ളത് 1 മില്യൺ റോയലിന്റെ ഇൻസ്പയർഡ് വേർഷൻ ആണ്. സോ ഇത് മൂന്നും ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടിലുള്ളത്. അതിൽ ഇത് രണ്ടും 20 ml 8 ml വരുന്നുണ്ട്. 8 ml ഇവിടെ ഉണ്ട്, 8 ml. ഓക്കെ, ഇത് 8 ml ഇല്ല, 30 ml മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഇതിന്റെ പ്രൈസ് വരുന്നത് 550 റുപ്പീസ് ആണ്. ഇൻട്രോഡക്ടറി പ്രൈസ് ആണ്. ആക്ച്വൽ പ്രൈസ് 590 ആണ്. പിന്നെ ഇത് റാപ്ചർ കുറച്ച് എക്സ്പെൻസീവ് ആണ്. 20 ml 890, പിന്നെ ഇതിന് 390. ഓക്കെ, അത് എക്സ്പെൻസീവ് ആയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതിന് അത്രയും പ്രൈസ് വരുന്നതുകൊണ്ടാണ്, അല്ലാതെ വെറുതെ പ്രൈസ് കൂട്ടി വെച്ചതല്ല. പിന്നെ റോയൽ ഇത് നമ്മുടെ സാധാരണ ലേറ്റർ സ്റ്റോറിന് വരുന്ന ആ പ്രൈസ് തന്നെ ഉള്ളൂ. 20 ml 420, ഇതിന് 200, അത്ര പ്രൈസ് വരുന്നുള്ളൂ. ഓക്കെ, സോ ഞാൻ ആദ്യം ഈ വാണ്ടഡ് തുടങ്ങാം. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ലൈഫ് സ്റ്റൈൽ മലയാളത്തിലുണ്ട്. മേ ബി ചിലപ്പോൾ ആ വീഡിയോന്റെ മുന്നേ ഈ വീഡിയോ ആയിരിക്കും വരിക. അത് എങ്ങനെയാണ് ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതെന്ന് അറിഞ്ഞൂടാ. സോ ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയാ വെച്ചാല് നമ്മുടെ അസാരോ വാണ്ടഡ് ബൈ നൈറ്റിന്റെ ഇൻസ്പയർഡ് നമ്മുടെ ഇന്റൻസ് നൈറ്റ്, അത് ഓൾറെഡി പല വീഡിയോസിലായിട്ട് കാണിച്ചു പോയതും എന്താ പറയാ നമ്മുടെ ഒരു ടോപ്പ് സെല്ലിംഗ് പെർഫ്യൂംസിൽ ഒരെണ്ണമാണ്. സോ അതിന്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഫ്രാഗ്രൻസ് തന്നെയാണ്. അതായത് അസാരോ വാണ്ടഡ് ബൈ നൈറ്റിന്റെ ഒക്കെ ഒരു ഏതാണ്ടൊക്കെ ഒരു അടുത്ത് കൂടെ പോകുന്നത് തന്നെയാണ് അസാരോ മോസ്റ്റ് വാണ്ടഡ്. അപ്പൊ ഇത് മോസ്റ്റ് വാണ്ടഡ് എന്താ പറയാ, അതിലൊരു ഫ്രഷ്നെസ്, ചെറിയൊരു ഫ്രഷ്നെസ്, അതിന്റെ കൂടെ തന്നെ ഒരു സ്പൈസി നോട്ട്സ് ഉണ്ട്, വെനില നോട്ട്സ് ഉണ്ട്, കുറച്ചൊരു വുഡി പോലത്തെ ഫ്രാഗ്രൻസ് ഉണ്ട്. അതിനാണ് ഇത് വരുന്നത്. അപ്പോ എന്താ പറയാ, നല്ലൊരു ഫ്രാഗ്രൻസ്. നമ്മുടെ മറ്റ് വാണ്ടഡ് ബൈ നൈറ്റിൽ കണ്ട പോലെ തന്നെ ഉള്ളതാണ്. പക്ഷെ അതിലൊരു കുറച്ച് ഫ്രൂട്ടി നോട്ട്സ് എല്ലാം കൂടി കുറച്ചും കൂടി ഒരു പഞ്ചലുണ്ടായിരുന്നു. അത് ഇവിടെ മാറിയിട്ട് ഇവിടെ ഒരു സ്പൈസി നോട്ട്സ് ആണ്. അതിൽ ആ സെക്ഷൻ സ്പൈസി നോട്ട്സ് ആണ് ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അതാണ് ഇത് രണ്ടും നമ്മളെ ഒരു മെയിൻ ഡിഫറൻസ് എനിക്ക് തോന്നിയത്. സോ നല്ല ക്ലീൻ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. സോ ഇതിന് 550 റുപ്പീസ് ആണ്. ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 2 hours വരെ പ്രൊജക്ട് ചെയ്യും, അവിടുന്ന് ഒരു 6 hours വരെ ലാസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് ഉള്ളത്. സോ നെക്സ്റ്റ് വൺ റോയൽ എന്നുള്ളത് പാക്കോ റബാൻ 1 മില്യൺ റോയൽ പെർഫ്യൂമിന്റെ ഇൻസ്പയർഡ് ആണ്. സാധാരണ 1 മില്യൺ പെർഫ്യൂമിന്റെ ഫ്രാഗ്രൻസ് തന്നെ, ബട്ട് അതിനൊന്നും കൂടി റോയൽ ആക്കിയത്. അതായത് അതിന്റെ കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ള വേരിയന്റ് ആണ് ആക്ച്വലി റോയൽ. അതായത് അതിനൊന്നും കൂടി നന്നാക്കിയാൽ, ഒരു സാധനം ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക. നമ്മള് ഫോണില് ചിലപ്പോ അപ്ഡേഷൻസ് ഒക്കെ വരുമല്ലോ, അപ്പൊ ഒന്നും കൂടി നന്നായി വരുമ്പോൾ സാധനം നല്ല പെർഫോം ചെയ്യല്ലോ എന്ന പോലെ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു വേരിയന്റ് അതാണ് റോയല്. അതിൽ സ്പൈസി നോട്ട്സ് ഉണ്ട്, അരോമാറ്റിക് നോട്ട്സ് ഉണ്ട്, സ്വീറ്റ്നെസ് ഉണ്ട്, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള തന്നെയാണ്. ബട്ട് 1 മില്യൺ കിട്ടുന്ന ആ സാധനങ്ങളൊക്കെ തന്നെ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 2.5 hours വരെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്കൊരു 6+ hours ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതും ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മാൻലി പെർഫ്യൂമാണ്. അത് 2 സൈസിലുണ്ട്. അതിന് 420, മറ്റത് 200, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. സോ നെക്സ്റ്റ് വൺ എക്സ്പെൻസീവ് ആയിട്ടുള്ള ആള് റാപ്ചർ. സോ അങ്ങനെ 2 സൈസിലുണ്ട്. ആദ്യം പോയിട്ട് വലുതെടുക്കാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് ചെറുത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് 390 റുപ്പീസ് ആണ്. അപ്പൊ ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെ വെച്ചാല്, ഞാൻ സ്ഫിങ്സ് എലിക്സിർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്ര പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം 2020 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബ്രാൻഡാണ്. അപ്പോൾ അത് US ബ്രാൻഡാണ്. കുറച്ചൊരു പ്രീമിയം പ്രൈസിൽ വരുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോ ഇത് കുറച്ചും കൂടി നമുക്ക് പരിചയം ഇമ്പീരിയൽ വാലി പെർഫ്യൂമിന്റെ ആ ഒരു നാച്ചുറാണ് ഇതിൽ നിന്ന് വരുന്നത്, ഗിസ ഇമ്പീരിയൽ വാലിന്റെ. ബട്ട് അങ്ങനെ തന്നെ ഇമ്പീരിയൽ വാലി ആണെന്ന് കരുതരുത്, അതിൽ നിന്ന് കുറച്ച് മാറ്റമുണ്ട്. ഇവിടെ ഇത്തിരി ലെതറി ആൻഡ് ആംബർ നോട്ട്സ് കുറച്ച് കൂടുതലാണ്. ഇമ്പീരിയൽ വാലി ഇത്രയും സ്ട്രെങ്ത് ഇല്ല. ഇമ്പീരിയൽ വാലി നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മുടെ മർജ് ഇമ്പീരിയൽ വാലി ആ ഒരു കാറ്റഗറി തന്നെയാണ് ഇതും വരുന്നത്. ബട്ട് അതിനേക്കാൾ ആംബർ ആൻഡ് വുഡി ഫ്രാഗ്രൻസ്, വുഡി ആംബർ ആൻഡ് സ്മോക്കി ആൻഡ് ലെതറി, ഈ ഒരു സാധനങ്ങൾ ഇവിടെ കുറച്ച് കൂടുതലാണ്. അതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഒരു 4+ hours ഇത് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്കൊരു 12+ hours ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ മോർണിംഗിൽ അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് 7:32 ആയി ഈവനിങ്ങിൽ. ഇപ്പം സ്നിഫ് ചെയ്തിട്ട് സാധനം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നല്ല സ്ട്രെങ്ത്തിലാണ് നിൽക്കുന്നത്.
അപ്പൊ അത്രയും സ്ട്രെങ്ത് ഉള്ള ഫ്രാഗ്രൻസ് ആണത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ആംബർ സ്മോക്കി എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ലൈറ്റ് ആയിട്ടുള്ള ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന, അത് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇത് എടുക്കരുത്. ഇത് ഇത്തരം പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ചിലർക്ക് ഇന്റർലൂഡ് നല്ലോണം ഇഷ്ടമാവും. നിങ്ങൾ ഇന്റർലൂഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കണ്ണു മടിച്ച് ഇത് എടുത്തോളൂ. ഇന്റർലൂഡിനേക്കാൾ അടിപൊളിയാണ് ഈ സാധനം. അപ്പോൾ അങ്ങനത്തെ, അതായത് ഇത്തിരി കൂടി ഡാർക്കർ സെന്റ് നോക്കുന്നവർക്കുള്ളതാണ് ഈ ഒരു സാധനം. ഇത് വെരി ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് എന്താ പറയാ, എനിക്കത് പേഴ്സണലി ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയണം എനിക്ക് ആംബർ പെർഫ്യൂംസ് ഇഷ്ടമാണെന്നുള്ളത്. എനിക്ക് മറ്റേ ഊതൊന്നും ഇഷ്ടമല്ല, ബട്ട് ആംബർ നോട്ട്സ് ഉള്ളത് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു റിച്ച്നെസ് ഉള്ള ഒരു സ്മോക്കി ലെതറി ആംബർ ഫ്രാഗ്രൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇതൊരു യൂണിസെക്സ് ആണ്, ഓൾ ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയത്. അപ്പൊ ഇതിന് 890, 390 വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസ് എല്ലാത്തിനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം.